ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രസക്തമായൊരു കഥയാണ്. നമ്മുടെ യഥാർത്ഥ വിലയെക്കുറിച്ചുള്ളൊരു കഥ. ശരിയായ സ്ഥലം നിങ്ങളെ ശരിയായി വിലമതിക്കും. ഈ ഒരു വാചകം ഇത് നമ്മുടെ കഥയുടെ ആത്മാവാണ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ കഥയിലേക്ക് കടക്കാം, അല്ലേ? അപ്പോ കഥ തുടങ്ങുന്നത് ശ്യാം എന്നൊരാളിലൂടെയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വലിയ പ്രശ്നം അല്ലെങ്കിൽ ഒരു സംഘർഷം അതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. 4 വർഷം, അതൊരു ചെറിയ കാലയളവല്ല. ആ 4 വർഷവും ശ്യാം ആ ഗാർമെന്റ് ഫാക്ടറിക്ക് വേണ്ടി ഉഴിഞ്ഞുവെച്ചതായിരുന്നു. കഠിനാധ്വാനി, ജോലിയിൽ ഭയങ്കര സമർപ്പണമുള്ള ഒരാൾ. പക്ഷേ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് എന്ത് കിട്ടി? കേൾക്കുന്നത് മുഴുവൻ കുറ്റപ്പെടുത്തലുകൾ മാത്രം. അദ്ദേഹത്തിന്റെ ബോസ് ബറോ പറയുമായിരുന്നു, നിങ്ങൾ ഭയങ്കര സ്ലോ ആണ്, നിങ്ങളുടെ ഈ മടി എനിക്ക് മടുത്തു ശ്യാം. ഓരോ ദിവസവും ഇത് കേൾക്കുമ്പോ ആർക്കായാലും തകർന്നു പോവില്ലേ? അദ്ദേഹം സഹിച്ചത് ചില്ലറയൊന്നുമല്ല. രാത്രി ഒരുപാട് വൈകോളം ജോലി ചെയ്യും. അത്താഴം കഴിക്കാൻ നേരം കിട്ടുമ്പോൾ സാൻഡ്വിച്ചൊക്കെ തണുത്തുപോയിട്ടുണ്ടാവും. ചെയ്ത ജോലി തന്നെ വീണ്ടും വീണ്ടും ചെയ്യാൻ പറയും. എന്നിട്ടും ആരും അതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഒരു ദിവസം ശ്യാം ചോദിച്ചു, പഴയ ഡിസൈനുകൾ ഞാൻ എന്തു ചെയ്യണമെന്ന്. ബോസിന്റെ മറുപടി എന്തായിരുന്നെന്നോ? അതൊക്കെ കളഞ്ഞേക്ക്, ചവട്ടുകുട്ടയിലിട്, എനിക്കൊരു പ്രശ്നമില്ല. ഓർത്തു നോക്കൂ, മണിക്കൂറുകളോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഡിസൈനുകളാണ് ഒരു വിലയുമില്ലാതെ വേസ്റ്റ് ബിന്നിലേക്ക് പോകുന്നത്. അങ്ങനെ പോകുമ്പോഴാണ് കഥയിലൊരു വലിയ വഴിത്തിരിവ് വരുന്നത്. ശ്യാമിന്റെ പ്രതീക്ഷകളെല്ലാം യാഥാർത്ഥ്യവുമായി കൂട്ടിയിടിക്കുന്ന ഒരു നിമിഷം. ഇത്രയൊക്കെ സഹിച്ചിട്ടും ശ്യാമിന്റെ മനസ്സിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. നാളെ കമ്പനിയിൽ എംപ്ലോയി ഓഫ് ദി ഇയർ പ്രഖ്യാപിക്കും. അത് തനിക്കായിരിക്കുമെന്നൊരു പ്രതീക്ഷ. അത് കിട്ടിയാൽ കുറച്ചുകൂടി നല്ലൊരു ജീവിതം, അമ്മയ്ക്ക് നല്ല ചികിത്സ, അതൊക്കെയായിരുന്നു പാവത്തിന്റെ സ്വപ്നം. അങ്ങനെ ആ ദിവസം വന്നെത്തി. എല്ലാവരും ഹാളിൽ ഒത്തുകൂടി. മികച്ച പ്രകടനത്തെക്കുറിച്ചും സമർപ്പണത്തെക്കുറിച്ചുമൊക്കെ വലിയ പ്രസംഗം. എല്ലാവരും ശ്വാസം അടച്ചുപിടിച്ചിരിക്കുകയാണ്. വിജയുടെ പേര് പ്രഖ്യാപിക്കുന്നു. അത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ സോനൽ. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, വെറും 4 മാസം മുൻപ് മാത്രം ജോലിക്ക് കയറിയ ഒരാൾക്കാണ് ആ അവാർഡ് കിട്ടിയത്. 4 വർഷം അവിടെ രാപകലില്ലാതെ പണിയെടുത്ത ശ്യാമിനെ ആരും കണ്ടതുപോലുമില്ല. അയാൾ അവിടെ അദൃശ്യനായിരുന്നു. ആകെ തകർന്നുപോയ ആ നിമിഷത്തിലാണ് ഒരു അപ്രതീക്ഷിത സംഭവം നടക്കുന്നത്. ഒരു ചെറിയ കല്ല്. ആ കല്ലാണ് ശ്യാമിന് ഒരു വലിയ പാഠം പഠിപ്പിക്കാൻ പോകുന്നത്. നിരാശയോടെ വീട്ടിലേക്ക് നടക്കുകയാണ് ശ്യാം. തലയ്ക്കകത്ത് 100 കൂട്ടം ചിന്തകളാണ്. വീട്ടുവാടക, അമ്മയുടെ അസുഖം, എങ്ങനെ മുന്നോട്ടു പോകുമെന്നറിയാതെ ചിന്തയിൽ മുഴുകി നടക്കുമ്പോഴാണ് വഴിയരികിൽ ഒരു ചെറിയ കല്ലിൽ തട്ടി അയാൾ വീഴാൻ പോകുന്നത്. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രായമായ ആള് ശ്യാമിനോട് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശരിക്കും ശ്രദ്ധേയമാണ്. മോനെ, ഈ ലോകത്ത് ഒന്നിനും വിലയില്ലാന്ന് കരുതരുത്. ശരിയായ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാൽ എല്ലാത്തിനും അതിൻ്റെതായ ഒരു വിലയുണ്ട്. എന്നിട്ട് ആ കല്ലെടുത്ത് ശ്യാമിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഈ കല്ലുമായി 3 വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോവണം. എന്നിട്ട് ഇതിന്റെ യഥാർത്ഥ വില എന്താണെന്ന് കണ്ടുപിടിച്ചു വാ. അതായിരുന്നു ശ്യാമിന് കിട്ടിയ ആ ദൗത്യം. അപ്പോ ആ ചെറിയൊരു കല്ലിന്റെ വില കണ്ടെത്താനുള്ള ശ്യാമിന്റെ യാത്ര തുടങ്ങുകയാണ്. മൂല്യത്തെക്കുറിച്ചുള്ള ഒരു വലിയ പാഠം അവൻ പഠിക്കാൻ പോകുന്നു. ശ്യാം ആദ്യം പോയത് ഒരു സ്റ്റേഷനറി കടയിലേക്കാണ്. അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇതിനൊരു 100 രൂപ തരാം. വെറും 100 രൂപ. അവിടെ നിന്ന് നേരെ പോയത് ഒരു ജ്വല്ലറിയിലേക്കാണ്. അവിടെ ആ കല്ലിനവർ പറഞ്ഞ വില എത്രയാണെന്നോ? 500 രൂപ. കണ്ടില്ലേ, സ്ഥലം മാറിയപ്പോൾ വിലയും മാറി. പക്ഷേ ശ്യാം ശരിക്കും ഞെട്ടിയത് അടുത്ത സ്ഥലത്ത് പോയപ്പോഴാണ്, ഒരു മ്യൂസിയത്തിൽ. അവിടുത്തെ വിദഗ്ധൻ ആ കല്ല് കയ്യിലെടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇതൊരു സാധാരണ കല്ലല്ല, ഇതൊരു ഉൽക്കാശിലയാണ്. ഇതിന് ഞങ്ങൾ 50 ലക്ഷം രൂപ തരാം. എങ്ങനെയുണ്ട്? ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ആ കല്ലും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? തെറ്റായ സ്ഥലത്താണെങ്കിൽ നമ്മുടെ വിലയും ആ സ്റ്റേഷനറി കടയിൽ പറഞ്ഞ 100 രൂപ പോലെയായിരിക്കും. പക്ഷേ നമ്മുടെ കഴിവുകൾ തിരിച്ചറിയുന്ന ശരിയായ സ്ഥലത്തെത്തിയാലോ, ആ മ്യൂസിയത്തിൽ പറഞ്ഞ 50 ലക്ഷം പോലെ നമ്മുടെ വിലയും ഉയരും. ഈ ഒരു തിരിച്ചറിവ് ശ്യാമിന്റെ ജീവിതം മാറ്റിമറിക്കാൻ പോവുകയായിരുന്നു. ഒരൊറ്റ തീരുമാനം മതിയായിരുന്നു അതിന്. അവന്റെ ജീവിതത്തിലെ ആ ഒരു മുൻപും ശേഷവും നമുക്കൊന്ന് നോക്കാം. പഴയ ജോലിയില് അവഗണന, ചൂഷണം, ടെൻഷൻ. എന്നാൽ പുതിയ ജോലിയിലോ അവനെ വിലമതിക്കുന്നു, ബഹുമാനിക്കുന്നു, അവനിപ്പോൾ സംതൃപ്തനാണ്. പുതിയൊരു ആത്മവിശ്വാസത്തോടെ ശ്യാം ആ ജോലി അങ്ങ് രാജിവെച്ചു. പിന്നെ അധികം വൈകിയില്ല. അവന്റെ യഥാർത്ഥ കഴിവുകൾ തിരിച്ചറിഞ്ഞ ഒരു പുതിയ കമ്പനിയിൽ അവന് ജോലി കിട്ടി. അതുകൊണ്ടെന്തായി? അവന്റെ എല്ലാ കടങ്ങളും തീർത്തു. അമ്മനെ നോക്കാൻ ഒരു നഴ്സിനെ വെച്ചു.
ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കണ്ടെത്തി. പിന്നെ ആ കല്ലുണ്ടല്ല, അതവൻ എപ്പോഴും ഒരു ഓർമ്മയായി സൂക്ഷിച്ചു. അപ്പോ ഈ കഥ കേട്ടുകഴിയുമ്പോ നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. നിങ്ങളുടെ മ്യൂസിയം എവിടെയാണ്? നിങ്ങളെ ശരിക്കും വിലമതിക്കുന്ന ആ ഒരിടം നിങ്ങൾ കണ്ടെത്തിയോ?